ഹായ് ഫ്രണ്ട്സ്, ഫാസ്റ്റ് വർക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ സ്വിഫ്റ്റിൻ്റെ റിനോവേഷനാണ് കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് മോൺ വോയിസ് ചെയ്യുന്നത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് സ്വിഫ്റ്റിൻ്റെ ആദ്യത്തെ കളർ. ഇനി വേറൊരു കളറിലോട്ട് മാറ്റുകയാണ്. പുറത്തെ കളർ മാത്രമല്ല, ഇൻറ്റീരിയറിലെ കളറും മാറ്റുന്നുണ്ട്. ബ്രൗൺ ആയിരുന്നു ഇൻറ്റീരിയറിൽ അടിച്ചിരുന്നത്. പെയിൻ്റ് അടിച്ച് തീരുമ്പോൾ എല്ലാവരും അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. ഇനി നമ്മൾ ബോഡി ഫില്ലറിൻ്റെ കാര്യമാണ്. അക്കായിയുടെ ബോഡി ഫില്ലറാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ ഡാമേജുള്ള ഭാഗത്ത് അക്കായിയുടെ ബോഡി ഫില്ലർ ഉപയോഗിച്ച് തേച്ച് ശരിയാക്കിയതിന് ശേഷമാണ് നെക്സ്റ്റ് പുട്ടി ഇടുന്നത്. അത് കഴിഞ്ഞ് സെല്ലോ കോട്ടിൻ്റെ NC പുട്ടിയാണ് ഇടുന്നത്, ഗ്രേ കളർ. അത് ഇട്ട് പോളിഷ് ചെയ്ത് ഫില്ലാക്കിയതിന് ശേഷം ഡാമേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിപ്പോണിൻ്റെ പ്രൈമർ ഗ്രേ അടിക്കുന്നുണ്ട്. ബോഡിയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ഡാമേജസ് മനസ്സിലാവാൻ വേണ്ടിയാണ് അത് ഞങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ വർക്ക് ആയതുകൊണ്ട് തന്നെ എത്രയും പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും പെർഫെക്റ്റ് ആക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഗ്രേ പ്രൈമർ അടിച്ചതിന് ശേഷം 320ൻ്റെ പേപ്പർ ഉപയോഗിച്ചാണ് മുഴുവൻ പോളിഷ് ചെയ്യുന്നത്. ബോഡി ഫില്ലർ തേക്കാൻ 80ൻ്റെ പേപ്പറും NC പുട്ടി തേക്കാൻ 220ൻ്റെ പേപ്പറുമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ലതുപോലെ തേച്ച് ഫിനിഷ് ആയതിനു ശേഷമാണ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകുന്നത്. തേക്കുന്നത് നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് വെള്ളം വെച്ചാണ് തേക്കുന്നത്. അതിൽ മുക്കി നല്ല ക്ലീനായി തേക്കുകയാണ് ചെയ്യുന്നത്. ഇതടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഒരു കോട്ടും കൂടെ ഉണ്ട്. പ്രൈമറിൻ്റെ വൈറ്റ് കോട്ടും കൂടെ അടിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഗ്രേ പ്രൈമറിൻ്റെ കാര്യം മാത്രമേ ഇടുന്നുള്ളൂ. വൈറ്റിൻ്റേത് അടുത്ത വീഡിയോയിലാണ് ഇടുന്നത്. ഇതുവരെ പറഞ്ഞത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണം. തെറ്റുകൾ കമൻറ്റ് ബോക്സിൽ പറയണം. തീർച്ചയായും അത് പരിഹരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നന്ദി.